ஸ்பாகேட்டிக்கு விசில் போடு, ஆட்டோமேட்டிக்கா விசில் போடு, டிராகன் வேட்டைக்கு விசில் போடு, என்னண்டி என்னம்பா விசில் அடி என்னோட. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ഡ്യൂഡ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ മോസ്റ്റ് ബ്രോക്കൺ സീഡിനെ കുറിച്ചാണ്. സോ ഇതാണ് നമ്മുടെ സീഡ്. സോ നിങ്ങൾ ഈ സീഡ് ഒന്ന് ചുമ്മാ നോക്കി വെച്ചു. ഈ സീഡിനകത്താണ് ഗൈസ് നമ്മൾ നോക്കാൻ, ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ മോസ്റ്റ് ബ്രോക്കൺ സീഡ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. അത് സത്യമാണോ നോക്കി വെക്കാം. സോ ഇതിൻ്റെ സീഡ് 87 എന്നുവെച്ചാൽ 8 വർഷം ഷാന്നടിക്കണം. എന്നിട്ട് 8336 754 7455. ഇത് ഫേക്കാണോ അത് ട്രൂ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്രിയേറ്റ് എടുക്കാം. സോ ഗൈസ്, നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. നമ്മൾ സ്പോൺ ആവുന്ന ഇങ്ങനത്തൊരു ജംപിൾ പോലത്തെ സ്ഥലത്തായിരിക്കും. ഇവിടെ നിന്ന് നമ്മുടെ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. കമാൻഡ് ഓൺ ആക്കിയിട്ടുണ്ട്. കമാൻഡ് ഓണാക്കിയിട്ട് ഡിലീറ്റ് ആക്കിയിട്ടാണ്. സോ നമ്മുടെ കമാൻഡിൽ ഇങ്ങനെ ടെലിപ്പോർട്ട് 303 63 മൈനസ് -937. സോ ഇങ്ങനെ സെർച്ച് ചെയ്യും. സ്പെസിഫിക് ഡാഷോട്ട് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഓക്കെ. സോ ഇങ്ങനെ ഇരിക്കുന്നത് നോക്ക് ഗൈസ്. ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് മോസ്റ്റ് ബ്രോക്കൺ സീഡ്. ദിസ് ഈസ് ട്രൂ ഗൈസ്. നിങ്ങൾ നോക്ക്, എന്തുവാ നോക്ക് ഗൈസ്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ താഴത്തെ വെള്ളം മുകളിലോട്ട് പോകും. അത് നിങ്ങളിങ്ങോട്ട് പോയി ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. യെസ്, ഹിയർ ഒരു വില്ലേജ് ഉണ്ട്. സോ വില്ലേജസ് ഉണ്ട് അതുപോലെ നമ്മൾ കുറച്ചൊന്ന് മുകളിലോട്ട് പോകണം ഗൈസ്. ആൻഡ് നമ്മളിങ്ങനെ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛന് ബോട്ടിലോട്ട് പോയ ഒരു ഷിപ്രക്കും കൂടി നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. ഇങ്ങനെയാണ് ആ ഒരു വീഡിയോ പറഞ്ഞത്. ഇവിടെ ഷിപ്രക്കും കൂടെ കാണുമല്ലോ ഗൈസ്. ഓ ആകാശമൊക്കെ ഇതേയുണ്ട് ഷിപ്രക്ക്. സോ ഷിപ്രക്ക് തല കുത്തിയിരിക്കുന്ന ഷിപ്രക്ക്. ആൻഡ് ഇവിടെ നമുക്ക് ട്രഷർ മാപ്പും കിട്ടേണ്ടതാണ്. അത് ഇവിടെ ജസ്റ്റ് ഒന്നും എനിക്കറിഞ്ഞൂടെ. ഇവിടെ ട്രഷർ മാപ്പും കിട്ടും. അതുപോലെ ഇതിൻ്റെ അടിയിൽ എന്തുവാ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാനൊന്ന് സ്പെക്ടേറ്റർ മുന്നോട്ടോട്ടെ /game mod spectator. നമ്മളിപ്പോൾ സ്പെക്ടേറ്റർ മോഡിലാണ്. സ്പെക്ടേറ്റർ മോഡിലോട്ട് ഇതിൻ്റെ താഴോട്ട് നമ്മൾ പോകണം ഗൈസ്. സോ ഇതിലോട്ട് നമ്മൾ എടുക്കും. വെള്ളത്തിൻ്റെ താഴോട്ട് പോയാൽ കാണാൻ പോകുന്ന ഒരു സ്ട്രോങ് ഹോൾഡ് ഇതിൻ്റെ താഴെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്ക് സ്ട്രോങ് ഹോൾഡ് ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇതാണ് മൈൻക്രാഫ്റ്റിലെ മോസ്റ്റ് ബ്രോക്കൺ സീഡാണ് ഗൈസ്. സോ ഒക്കെ നോക്കാം ഗൈസ്. സ്ട്രോങ് ഹോൾഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനാണ് പറയുന്നത്. ബെഡ് റോക്കറ്റ് ഈസ് വാട്ട് ഇട്ടാണ് ഈ സോങ്ങോടുകൂടി. ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓ എന്താണ് ഞാൻ പോയിക്കൊന്നും കാണുന്നില്ല ഗൈസ്. കാണുന്നില്ലേ? ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടെന്നാണ് ഗൈസ് പറഞ്ഞത്. ഓ വില്ലേജസ് ഒരു സ്ട്രോങ് ഹോൾഡ് കാണണ്ടാണ് ശരിക്കും. എന്താ വെള്ളത്തിനടിയിലാണോ അതൊക്കെ? അടിയിൽ സ്ട്രോങ് ഹോൾഡ് ഇടാൻ സാധ്യത കരയിലായിരിക്കും ഗൈസ്. നമുക്ക് നോക്കി വെക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക.
അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ മൈൻക്രാഫ്റ്റിന് സീഡ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. യെസ് ഗൈസ്, സ്ട്രോങ് ഹോൾഡ് ഇവിടെ എൻപോർട്ടലാണോ ഗൈസ്? എൻപോർട്ടൽ വേർ ഈസ് എൻപോർട്ടൽ? സ്ട്രോങ് ഹോൾഡ് വലിയൊരു സ്ഥലം കാര്യത്തില്ല. ഞാൻ വളർന്നില്ല അത് സ്ട്രോങ് ഇപ്പോൾ എൻപോർട്ടലാണ് ഇവിടുന്ന് കണ്ടുപിടിക്കുക. എനിക്ക് കിട്ടിയില്ല. വേർ ഈസ് എൻപോർട്ടൽ? ഇവിടെ എൻപോർട്ടൽ തിരി ചേട്ടാ, എൻപോർട്ടലില്ലേ? സ്ട്രോങ് ഹോൾഡ് എൻപോർട്ടലില്ലേ? അതിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു എൻപോർട്ടലും അതുപോലെ തന്നെ ഒരു സ്പോണ് അടുത്തൊരു സ്പോണ് ഉണ്ടാവണ്ടോ? ഒരു സ്പൈഡർ സ്പോണാണെന്നറിയില്ല, ഒരു മോൺസ്റ്ററിൻ്റെ സ്പോണ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സ്പോണല്ല ഇവിടെ. സാധാരണ നമ്മൾ സിൽവർ ഫിഷ് സ്പോണാണ് നമുക്കറിയാം. പക്ഷേ ഈ സൈഡിലായിട്ട് സ്ട്രോങ് ഹോളിൻ്റെ സൈഡിലായിട്ട് സ്പോൺസോ അത് മാത്രമേ മിസ്റ്റേക്കായിട്ട് കൂട്ടാൻ പറ്റൂ. സ്പോണറില്ല. ബാക്കി എല്ലാ വീഡിയോ പറഞ്ഞൊക്കെ കറക്റ്റാണ്. ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ മോസ്റ്റ് ബ്രോക്കൺ സീഡ്. സോ നിങ്ങൾക്ക് ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ആ സീഡ് അടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ TEEP/TP363-93937 TP ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തെത്ത്. ഇതാണ് ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ മോസ്റ്റ് ബ്രോക്കൺ സീഡ്. ആൻഡ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ സീഡിൻ്റെ കണ്ടക്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തതായിട്ട് കാണാം.